ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആഹാ, ദേവിക മോൾ എഴുന്നേറ്റോ? പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോന്ന് കരുതിയോ പ്രഭാവതിയമ്മേ? ശബ്ദത്തിൽ ഒരിത്തിരി ക്ഷീണം ഉണ്ടെങ്കിലും മൂർച്ച ഒട്ടും കുറഞ്ഞിട്ടില്ല. കനലിൽ കിടക്കും തോറും ആയുധത്തിന് മൂർച്ച കൂടത്തേ ഉള്ളൂ. നിന്റെ വായ്ത്തല ഓടിക്കാൻ എനിക്കറിയാമടി. എനിക്ക് പോണം. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ഞാൻ കാണിച്ചു തരുന്നതാ നിന്റെ വീട്. നിന്റെ ഭാവിയുടെ ചൂണ്ടുപലകയിൽ ദിശയും ദിക്കും ഒക്കെ എഴുതിയിരിക്കുന്നത് ഞാനാ. അടുത്ത ദിവസം ശരത്ത് വരും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ. ഓവ്, നടന്നത് തന്നെ. അമ്മയും മോനും കൂടി ഒരിക്കലും നടക്കാത്ത കിനാവ് കണ്ട് പടിഞ്ഞാറ് മാനത്തോട്ട് നോക്കിയിരുന്നേച്ചാ മതി. നടക്കുവടി. ആ പിന്നെ ഒരു വിശേഷം പറയാൻ മറന്നു. നിന്റെ സിദ്ധാർത്ഥൻ ചാവാറായ ആശുപത്രിയിൽ വായു വലിച്ചു കിടപ്പുണ്ട്. നീ ഞെട്ടിയല്ലേ? ഞങ്ങളൊന്നുമല്ല ചെയ്തത്. ഹാർട്ട് അറ്റാക്ക്, കാർഡിയോ മയോപ്പതി എന്നൊക്കെ കേട്ടു. എന്ന് വെച്ചാ അവന്റെ ഹൃദയം പണി മുടക്കി തുടങ്ങിയെന്ന്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ നിനക്ക് കാണണമെങ്കിൽ കാണിക്കാം. നിന്റെ ശത്രു ചന്ദ്രലേഖ ഞങ്ങൾക്കത് അയച്ചു തരും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ശരത്തിന്റെ മുമ്പിൽ നീ തല കുലിച്ച് നിന്നാ നിനക്കും നല്ലത്, നിന്റെ സിദ്ധാർത്ഥനും നല്ലത്. അല്ലെങ്കിൽ നിന്റെ സുധിയേട്ടൻ തീർന്നതുപോലെ അവനും തീരും. ICUന്ന് നേരെ വെള്ള പുതപ്പിച്ച് മോർച്ചറിയിലോട്ട് അഡ്മിറ്റ് ചെയ്യും. ഇതൊക്കെ നടക്കുവടി. അതിന് ഞങ്ങളുടെ കൈ വേണ്ട. അത് ചെയ്യാൻ ആ അഡ്വക്കേറ്റ് ചന്ദ്രലേഖയും അവളുടെ അച്ഛൻ നടേശനും അവിടെയുണ്ട്. തനിക്ക് കിട്ടാത്തത് നിനക്കും വേണ്ടാന്ന വാശിയില്ല ആ പ്രേമരോഗി ചന്ദ്രലേഖ. ദൈവം പ്രഭാവതിക്ക് വേണ്ടി കരുതി വെച്ച ഇരുതല മൂർച്ചയുള്ള കത്തി. എന്റെ സിദ്ധുവിന് എന്തേലും സംഭവിച്ച എല്ലാത്തിനെയും കൊല്ലില്ല. ആഹാ, എന്റെ സിദ്ധു. അപ്പൊ നിനക്ക് അവനോട് ശരിക്കും പ്രണയം ഉണ്ടല്ലേടി? പിന്നെ ചുമ്മാ സുധിയുടെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സതി ചമയൽ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സിദ്ധുവിന് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളുടെ മകനെ ഞാൻ കൊന്നിരിക്കും. നിന്റെ കഴുത്ത് താലി കെട്ടിയിട്ട് ശരത്ത് മരിച്ചാൽ എനിക്ക് സങ്കടമില്ലടി. എന്റെ ശ്രാവൺ മോന്റെ മരണത്തിന് പകരം ചോദിക്കാൻ ഞാൻ വളർത്തിയ ചാവേറാണടി അവൻ. നിന്നെ തോൽപ്പിച്ചിട്ട് നിന്റെ കണ്ണീര് കണ്ടിട്ട് ചാവുന്നതിൽ അവന് സന്തോഷേ കാണൂ. സത്യത്തിൽ നിനക്കൊരു നല്ല ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. നിന്റെ അച്ഛനും നീയും ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തം. നിന്റെ ഭാവി ഭദ്രമാവുകയും ചെയ്യും. അതിനുവേണ്ടി കൂടിയാ ഞാനിത് ചെയ്യുന്നെന്ന് കൂട്ടിക്കോ. കാട് കത്തിക്കുന്നത് പിന്നെ കിളിയുടെ പാട്ട് കേൾക്കാനാണല്ലോ. പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ളൊരു തോന്നൽ അത് നിനക്ക് വേണ്ട. ഇവളുമാരെ കണ്ടല്ലോ,
ഇവളുമാരുടെ കൈകൊണ്ട് ഒറ്റ അടി താങ്ങാനുള്ള കപ്പാസിറ്റി നിനക്കില്ല. നിനക്കുള്ള മന്ത്രകോടിയും ആഭരണങ്ങളുമാ. കളറും ഡിസൈനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം. നിങ്ങൾ തന്ന ശവക്കച്ചയോടുത്ത് ഞാൻ നിൽക്കുന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നീ ഇവിടെ ശവക്കച്ച ഉടുത്തില്ലെങ്കിൽ അവിടെ സിദ്ധാർത്ഥൻ ശവക്കച്ച പുതപ്പിക്കും. അമുദം, ദേവിക അമ്മാവേ നന്നാ പാത്തുക്കോ. പോട്ടേടി, നീ ചിന്തിക്ക്. ചിന്തിച്ച് കൃത്യമായ ഒരു വഴിയിലെത്ത്. അത് പക്ഷേ പ്രഭയിലേക്കുള്ള വഴിയായിരിക്കണം. സിദ്ധു